ഹനുമാൻ. ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ ഒരു വാനരനാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ. ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചതെന്ന് ശിവപുരാണവും ദേവി ഭാഗവതവും പറയുന്നു. മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ എന്നാണ് വിശ്വാസം. ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിച്ചു വരുന്നു. ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം മൂലമാണ്. സർവ്വ ദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം. രാമായണത്തിൽ ഹനുമാന്റെ ശക്തി വർണ്ണനയിൽ അതിശയോക്തി കലർത്തിയിട്ടുണ്ടെങ്കിലും ദേവതയാണെന്നുള്ളതിനെപ്പറ്റി ഒരിടത്തും പ്രസ്താവമില്ല. പുരാണങ്ങളിൽ ഒരിക്കൽ ഉമാമഹേശ്വരന്മാർ വാനരരൂപികളായി വനത്തിൽ പ്രവേശിച്ചു. അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായ്കനികൾ ഭക്ഷിച്ചും ക്രീഡിച്ചും നാളുകൾ ചെലവഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം വാനരരൂപിയായ പാർവതീദേവി ഗർഭിണിയായി. എന്നാൽ താൻ ഗർഭവതിയാണെന്ന വിവരം ഭഗവതിയെ സന്തോഷിപ്പിച്ചില്ല. വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ ശിശു വാനരനായിരിക്കുമെന്നതിനാലാണ് പാർവതിക്ക് സന്തോഷം തോന്നാഞ്ഞത്. ദേവിയുടെ അപ്രസന്നഭാവത്തിൽ നിന്നും ശിവൻ കാര്യങ്ങൾ ഗ്രഹിച്ചു. ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു. അനന്തരം ഭഗവാൻ വായുദേവനോട് കൽപ്പിച്ചു, എൻ്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു. ഇവൻ്റെ മാതൃപദം അലങ്കരിക്കാൻ ദേവി താല്പര്യപ്പെടുന്നില്ല. ഇവനെ സംരക്ഷിക്കുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ദേവാദിദേവനായ ശ്രീ പരമേശ്വരൻ്റെയും ആദിപരാശക്തിയായ ദേവി ഉമയുടെയും ചൈതന്യമായ ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതിൽ പരം മറ്റെന്തു ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്? ആനന്ദത്താൽ മതിമറന്ന വായുദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവനിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി. വായുദേവൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു. അപ്പോൾ വായുഭഗവാന് ഒരു സംശയം തോന്നി. ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും? അക്കാലത്തെ കേസരി എന്ന വാനരരാജൻ്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം ശിവനെ തപസ് ചെയ്യുന്ന വിവരം വായുഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം അഞ്ജനിക്ക് മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു, പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ. ഊഷ്ണമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിതാ ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു. അവന് വേണ്ടുന്ന പരിചര്യ ചെയ്ത് അവനെ ശുശ്രൂഷിച്ച് നീ വാഴുക. അഞ്ജന ആനന്ദസമുദ്രത്തിൽ ആറാടി. അവൾ ഇരുകൈകളും കൂപ്പി വായുദേവനെ സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഏറ്റുവാങ്ങി. ദിനങ്ങൾ കടന്നുപോയി. അഞ്ജന സൂര്യതേജസ്വിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി. അവൻ്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു. വാനരരൂപിയായ ആ ശിശുവിൻ്റെ തേജസ് ആരുടെയും മനമയക്കുന്നതായിരുന്നു. ആഞ്ജേയനായ ആ ശിശുവാണ് പിൽക്കാലത്തെ ഹനുമാൻ എന്ന പേരിൽ പുരാണപ്രസിദ്ധനായി തീർന്നത്. രാക്ഷസരാജാവായ രാവണൻ്റെ തടവിൽ നിന്നും രാമൻ്റെ ഭാര്യയായ സീതയെ കണ്ടെടുക്കാനുള്ള ദൗത്യത്തിൽ രാമനു വേണ്ടി ദൂതുപോയതാണ് ഹനുമാൻ ചെയ്ത കൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. രാമരാവണ യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ രാമൻ്റെ സഹോദരൻ ലക്ഷ്മണനെ സുഖപ്പെടുത്താനായി ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറക്കുകയും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മരുത്താമല വഹിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്തു. സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമോദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഒരു വാനരരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഇദ്ദേഹം തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വാസ്യത കൊണ്ടും ഹിന്ദു വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദേവനായി അറിയപ്പെടുന്നു. രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും നവഗ്രഹദോഷങ്ങൾ പ്രത്യേകിച്ച് ശനിദോഷം ഹനുമത് ഭക്തരെ ബാധിക്കില്ലെന്നുമാണ് ഭക്തരുടെ വിശ്വാസം. ഹനുമാനും ശനിയും തമ്മിലുള്ള ബന്ധം പുരാണങ്ങളിൽ കാണാം. ഹനുമത് സഹസ്രനാമ സ്തോത്രത്തിൽ കൊടുത്തിട്ടുള്ള ഹനുമാന്റെ പല നാമങ്ങളിൽ ഒരു നാമമാണ് ശനി. സൂര്യസംഹിതയിൽ ഹനുമാൻ ശനിയാഴ്ച ജനിച്ചുവെന്നും പറയുന്നു. ശനിയുടെ 10 നാമങ്ങളിൽ നിന്നും ഒരു നാമമാണ് രുദ്രൻ എന്നത്. ശനിയെപ്പോലെ ഹനുമാനും കറുത്ത വർണ്ണത്തിൽ കാണപ്പെടുന്നു. ഗഡവാൽ പ്രദേശത്തു ശനി പ്രസിദ്ധമായത് കാരണം ഹനുമാനും ശനിയെപ്പോലെ ഇരുമ്പിൻ്റെ ചാട്ടവാർ പിടിച്ചിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇതുകൊണ്ടായിരിക്കാം അറിയാതെ തന്നെ ശനിയുടെയും ഹനുമാന്റെയും സാമ്യത കൽപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം ഹനുമാന്റെ പൂജയും ശനിയാഴ്ച എടുക്കുന്ന വ്രതത്തിൽ ഹനുമാന്റെ ഉപാസനയും തുടങ്ങിയത് ഇക്കാരണത്താലായിരിക്കുമെന്ന് വിശ്വാസം. പഞ്ചമുഖ ഹനുമാൻ. 5 തലകളിലുള്ള ഹനുമാന്റെ വിശ്വരൂപം പഞ്ചമുഖ ഹനുമാൻ എന്നറിയപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ഇത് ഹനുമാന്റെ അതിശക്തവും സർവരക്ഷാകരവുമായ ഉഗ്രരൂപമാണ്.
അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ കാണാറുള്ളൂ. അഹിമഹി രാവണന്മാരെ നിഗ്രഹിച്ചു പാതാളത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മോചിപ്പിക്കാനാണ് ഹനുമാൻ ഈ ഉഗ്രരൂപം സ്വീകരിച്ചതെന്ന് കഥ. മഹാവിഷ്ണുവിൻ്റെ 3 ഉഗ്ര അവതാരങ്ങളും വിഷ്ണുവാഹനമായ ഗരുഡനും കൂടി ഈ രൂപത്തിൽ ചേർന്ന് കാണപ്പെടുന്നു. വരാഹമൂർത്തി വടക്കും, നരസിംഹമൂർത്തി തെക്കും, ഗരുഡൻ പശ്ചിമദിക്കും, ഹയഗ്രീവൻ ആകാശിക്കും സ്വന്തം മുഖം പൂർവ്വദിക്കിലേക്കും ദർശിച്ചുകൊണ്ടുള്ള 5 മുഖമാണ് ഇത്. പഞ്ചമുഖ ഹനുമാനെ ആരാധിക്കുന്നത് ഐശ്വര്യകരവും സർവരക്ഷകരവുമാണ് എന്നാണ് വിശ്വാസം. കേരളത്തിലെ ഹനുമാൻ ക്ഷേത്രങ്ങൾ: പാളയം OTC ഹനുമാൻ ക്ഷേത്രം തിരുവനന്തപുരം, പാട്ടറവളവിൽ കോട്ടയിൽ ശ്രീ ആഞ്ജനേയസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം, ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം തിരൂർ മലപ്പുറം, ആലുവ ദേശം ശ്രീദത്ത ആഞ്ജനേയ ക്ഷേത്രം എറണാകുളം, കോട്ട ഹനുമാൻ ക്ഷേത്രം പാലക്കാട്, പാങ്ങോട് ഹനുമാൻ ക്ഷേത്രം തിരുവനന്തപുരം, എറണാകുളം ഹനുമാൻ ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രത്തിന് സമീപം, കവിയൂർ മഹാദേവ ഹനുമാൻ ക്ഷേത്രം പത്തനംതിട്ട, ശ്രീ ഗണേശ ഹനുമതി ദേവി ക്ഷേത്രം കുരമ്പാല പന്തളം, നാട്ടിക ഹനുമാൻ സ്വാമി ക്ഷേത്രം തൃശ്ശൂർ, രാഘവപുരം ഹനുമാരമ്പലം ചെറുതാഴം കണ്ണൂർ, തിരുവാറ്റ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം മെഡിക്കൽ കോളേജ് ബൈപ്പാസ് കോട്ടയം, മരുത്തൂർ ഹനുമാൻ ക്ഷേത്രം നെയ്യാറ്റിൻകര, പമ്പ ഗണപതി ക്ഷേത്രം ശബരിമല ഹനുമാൻ ഉപദേവൻ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഹനുമാൻ ഉപദേവൻ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഹനുമാൻ ഉപദേവൻ, ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം ഹനുമത് രൂപം ക്ഷേത്രത്തിൽ ഒരു തൂണിന്മേൽ കൊത്തിവെച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എറണാകുളം ഹനുമാൻ ഉപദേവൻ, കൊല്ലൂർ മൂകാംബി ക്ഷേത്രം ഉടുപ്പി കർണാടക ഹനുമാൻ ഉപദേവൻ. വഴിപാടുകൾ: പഴവർഗ്ഗങ്ങൾ, വെറ്റിലമാല, അവൽ, നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. പ്രധാന ദിവസങ്ങൾ: പ്രധാന ദിവസം ശനിയാഴ്ച, വ്യാഴം, ചൊവ്വ എന്നിവയും ഹനുമാന് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ച ഹനുമത് പൂജ നടത്തുന്നത് ദുരിതശാന്തിക്കും ശനിദോഷമുക്തിക്കും വിശേഷമാണെന്നാണ് വിശ്വാസം. വിഷ്ണു അഥവാ ശ്രീരാമപ്രധാനമായ വ്യാഴാഴ്ച ഹനുമാനെ ആരാധിക്കുന്ന വിശേഷമാണെന്നും വിശ്വാസമുണ്ട്. ഹനുമ ജയന്തി പ്രധാനം, അതായത് ചൈത്രമാസത്തിലെ പൗർണമി. പേരിന് പിന്നിൽ: സൂര്യനെ ചുവന്ന പഴമാണെന്ന് വിചാരിച്ച് ഹനുമാൻ കഴിക്കാനായി ആകാശത്തേക്ക് കുതിച്ചെന്നും അപ്പോൾ ഇന്ദ്രൻ വജ്രായുധം ഹനുമാന്റെ മേൽ പ്രയോഗിച്ചതായി ഐതിഹ്യമുണ്ട്. അപ്പോൾ ഹനുവിൽ, അതായത് താടിയിൽ മുറിവേറ്റതുകൊണ്ട് ഹനുമാൻ എന്നറിയപ്പെട്ടു. ആഞ്ജനേയൻ, അഞ്ജനയുടെ പുത്രൻ, മാരുതി തുടങ്ങിയ പേരുകളിലും ഹനുമാൻ അറിയപ്പെടുന്നു. ജീവിതം: അഞ്ജന എന്ന വാനരയുടെ പുത്രനായി ത്രേതായുഗത്തിലാണ് ഹനുമാൻ ജനിച്ചത്. അഞ്ജനയാകട്ടെ ഒരു ശാപത്താൽ വാനരയാവേണ്ടി വന്ന ഒരു അപ്സരസായിരുന്നു. ശിവന്റെ ഒരു അവതാരത്തെ പ്രസവിക്കുമ്പോൾ പഴയ രൂപം തിരിച്ചു കിട്ടുമെന്നതായിരുന്നു ശാപമോക്ഷം. അഞ്ജനയുടെ ഭർത്താവ് കേസരി എന്ന ശക്തനായ ഒരു വാനരവീരനായിരുന്നു. മുനിമാരെ ഉപദ്രവിച്ചിരുന്ന ഒരു ഭീകരനായ ആനയെ കൊന്നതിനാലാണ് ഇദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. കേസരിയോടൊത്ത് അഞ്ജന ശിവൻ തൻ്റെ പുത്രനായി ജനിക്കണമെന്ന് വളരെ കഠിനമായി പ്രാർത്ഥിച്ചിരുന്നു. ഇതിൽ സംപ്രീതനായ ശിവൻ ഈ വരം അവർക്ക് നൽകി. അങ്ങനെ ശിവനാണ് ഹനുമാനായി ജനിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ: യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം ബുദ്ധിർബലമേശോധൈര്യം നിർഭയത്വം അരോഗത ജാഡ്യം വാക്പുടുത്വം ച ഹനുമത്സ്മരണാത് ഭവേത് മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ.